അഗെയിൻ വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ ബെഡിൽ ഇനിയും ഉണരാത്തവർ ഉണരുക, എന്താണ് ജീവിതത്തിലേക്ക് വളരെ ആക്റ്റീവായി സജീവമാവുക. ഏർലി ഫ്രം ദ ബെഡ് ആണ് ഏർലി ടു ബെഡ്, അങ്ങനെ അല്ലേ? അല്ലേ early to bed and early to rise and early to bed make a person wise, healthy and wealthy. അപ്പോൾ ആ പറയുന്ന പോലെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിലാണ് നടക്കുന്നത്. പലക അടുക്കി വെച്ച സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ചീനവലയാണ്. ചീനവല ഫോർട്ട് കൊച്ചിയുടെ മാത്രമല്ല, കൊച്ചിയുടെ കയലോര കാഴ്ചകളിലെ ഒരു പ്രധാന കാഴ്ചയാണ്. അപ്പോൾ നമ്മളൊരു ചീനവല സെറ്റ് ചെയ്തിരിക്കുന്നതിന്റെ അകത്തൂടെ ഇങ്ങനെ ഇതിങ്ങനെ ആടുന്നുണ്ട് ചെറുതായിട്ട്. ചെറിയ പറയുന്നത് പോലെ ഇത് കാണുമ്പോ വാവ് എന്ന് പറയാൻ തോന്നുന്നു. പക്ഷെ അതേ സമയം തന്നെ ഈ ആടുന്ന പലകയിൽ പേടിയുണ്ട് അല്ലേ? ഇതിങ്ങനെ ആടി നിൽക്കുകയാണ്. ഹായ് ചേട്ടാ, നമസ്കാരം. പേരെന്താ? ജോസഫ് അലക്സോ? ഈ സംഭവം ഒന്ന് പറഞ്ഞോ. ഇതിന്റെ കാര്യം ഞാൻ ഇംഗ്ലീഷിലേ പറയുള്ളൂ, മലയാളം കുറവാണ്. പ്ലീസ് ടോക്ക് ഇൻ ഇംഗ്ലീഷ്. ഒന്ന് പറഞ്ഞുതരോ? സൂക്ഷിച്ചു പറഞ്ഞേ. ഇത് ചീനവലയാണ്. ചീനവല എന്ന് പറഞ്ഞാൽ നമ്മുടെ കരയിൽ നിന്നും അധികം ആഴമില്ലാത്ത കായൽ ഭാഗത്തേക്കോ കടൽ ഭാഗത്തേക്കോ ഇങ്ങനെ ഇറക്കിയിട്ട് മീൻ പിടിക്കുന്ന ഒരു സംവിധാനമാണ്. അതാണ് ഈ പരിപാടി. പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദിസ്? ഞാനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ശ്വാസം വെറുതെ നിങ്ങൾ ചോദിക്കണതിന് ഉത്തരം പറയണ്ടേ? വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ കണ്ണൻ സ്റ്റാറിനൊന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ മതി, ഫസ്റ്റത്തെ കാപ്പി കുടിക്കാൻ. ഓക്കെ, this is Chinese fishing net and in the 18th century technology. 5 months, 6 months only making year 1 day 200, 300 up and down pulling. Very hard job. This one owner other man. 30% money cost the owner. 70% money is people share. June, July, August and good fishing, good catching. To the bad season difficulty. After tsunami very problem. 21 net and year. Tsunami come back all net and block. And Indian money and 10 lakh rupees 1 net and 50. Net all China fittings and ports is all here. Put very expensive. Inside Arabian. This one 41 liver water. This one LNG gas tanker, small island wiping. This one Cochin port and big city marine trade. I will explain finishing. Thank you. Amazing. Thank you. Thank you so much. Have a great day. ഇതിന്റെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്താണല്ലോ. സൂപ്പർ. കാലത്തെ ചായ വൈകിട്ട് രാഷ്ട്രീയം കഴിക്കാൻ പറഞ്ഞാൽ മതി. സൂപ്പർ. നിങ്ങളെ ഏറ്റവും വലിയ ആളുണ്ട്. നമ്പർ ഇതിന്റെ പുള്ളിക്കാരൻ ജോസഫ് അലക്സ് മമ്മൂക്കയുടെ കഥാപാത്രമാണ് കിങ്ങിലെ. നമ്മൾ ഒന്ന് പറഞ്ഞു ചീനവല. ഈ കൊച്ചിയിലെ ഒരു അത്ര സാധാരണ കാഴ്ച അല്ലെങ്കിൽ കൂടി ഇത് രസമാണ്. തഴമ്പ് ഉണ്ടോ? സൂപ്പർ കേട്ടോ. അപ്പൊ പ്രിയപ്പെട്ട നല്ല കട്ട തഴമ്പ കേട്ടോ. അതുകൊണ്ട് അത് കാണിച്ചു തന്നെ. അപ്പൊ പ്രിയപ്പെട്ട പക്ഷേ നമ്മൾ ചീനവലയിൽ അപ്പൊ നമ്മള് അടുത്തൊരു വാർത്തയിലോട്ട് പോകട്ടെ. അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത് എന്താ? മണിപ്പൂരിൽ ആക്രമണത്തിന് അയവില്ല എന്നുള്ളതാണ് ആ വാർത്ത. മണിപ്പൂർ മുഖ്യമന്ത്രി വീരേൻ സിംഗിനെ വീട് ആക്രമിക്കുന്ന പ്രതിഷേധക്കാർ. ജീവൻ രക്ഷിച്ച ആൾക്കാരെ ബോഡി വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് ഉമ്മൻചാണ്ടിന്റെ പൊന്നാട വെച്ച മത്സ്യത്തൊഴിലാളി പ്രളയത്തില് ഇവിടുന്ന് പോയ ബോട്ട് ഫൈബർ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വാർത്തയിലേക്ക് പോവാണ്. അഫ്സ്പ ഏർപ്പെടുത്തിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്രത്തോട് മണിപ്പൂർ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വിവരങ്ങളുമായി ചേരുന്ന വിനീത, ഗുഡ് മോർണിംഗ്. പക്ഷേ മണിപ്പൂരിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഇന്നത്തെ മോർണിംഗുകൾ ഗുണമേ അല്ല. ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നപരിഹാരം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ദീർഘനാളായി അതങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂർ വീണ്ടും പ്രശ്നം കലുഷിതമാവുകയാണ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ മണിപ്പൂർ അത് ഇങ്ങനെ 2 മാസത്തേക്ക് വലിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അവിടെ ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും മണിപ്പൂർ ഇങ്ങനെ അശാന്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഈ വിഘടനവാദികൾ പിടിച്ചുകൊണ്ടുപോയ ഒരു 6 ആളുകളുണ്ടായിരുന്നു. ഈ 3 സ്ത്രീകളും 3 കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുണ്ട്. അതിൽ കൈക്കുഞ്ഞടക്കമുള്ളവരുണ്ട്. ഇവരുടെ മൃതദേഹം ജിരിബാമിലെ നദിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇവരെ കാണാതായതിനു ശേഷം തന്നെ
തന്നെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ അത് എത്രയും വേഗം ഊർജിതമാക്കണമെന്നൊക്കെ തന്നെ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടില്ല എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ വീടിനു നേരെയും പ്രതിഷേധക്കാർ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ജിരിബാമിലെ വിവിധ മേഖലകളിൽ ഈ MLA-മാരുടെ വീടുകൾക്ക് നേരെയൊക്കെ തന്നെ ആക്രമണം നടന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി അവിടെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണം വരുന്നത്. ഈ മണിപ്പൂർ ഇങ്ങനെ അശാന്തമായി തുടരുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ ഈ മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുമെന്നൊരു പ്രത്യാശ തനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള സ്ഥിതിഗതികൾ തന്നെ അസ്വസ്ഥരാക്കുന്നു. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണം, അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. ഒപ്പം ഈ സംഘർഷം ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 6 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഈ പ്രത്യേക സേനയ്ക്ക് പ്രത്യേക അധികാരം നൽകുന്ന അപ്സ്വ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നിരോധിക്കണം, ഈ നടപടി ഈ കൊണ്ടുവന്നിരിക്കുന്ന നടപടി പുനഃപരിശോധിക്കണം എന്നാണ് ഇപ്പോൾ മണിപ്പൂർ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പ്രത്യേക അധികാരം നൽകിയതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. സർക്കാരിന് വേണ്ട രീതിയിൽ ഇടപെടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം അവിടെ കൊണ്ടുവന്നതെന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ നടപടി പുനഃപരിശോധിക്കണമെന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ മണിപ്പൂർ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ BJP-ക്കുള്ളിൽ പോലും വലിയ തരത്തിൽ വിയോജിപ്പുകൾ വരുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ബിരേൻ സിംഗിനെതിരെയൊക്കെ തന്നെ മണിപ്പൂരിലെ BJP MLA-മാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരിപ്പോഴും കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മണിപ്പൂരിലുള്ള മിസോറാം വിദ്യാർത്ഥികൾ ഈ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ഈ മിസോറാമിലെ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ചവർ കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വരും മണിക്കൂറുകളിലും മണിപ്പൂർ നമ്മെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. അത്തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, ഓക്കെ, താങ്ക് യു. അപ്പൊ മണിപ്പൂരിലെ പ്രശ്നം പരിഹരിക്കപ്പെട്ടെ ഞങ്ങൾ തൊഴിലാളിമാരുണ്ട്. കുറിച്ച് പറയരുതെന്ന് നമ്മൾ പറയെങ്കിലും ഷാനി ചോദിക്കുന്നുണ്ട്, ഈ ചേട്ടനോട് ചോദിച്ചത് പെട്ടുപോയോ ആഷ്മി ചോദിക്കുന്നുണ്ട്. പെട്ടുപോയൊന്നുമില്ല, ചേട്ടൻ മറുപടി പറഞ്ഞു. അത് ചേട്ടനെ പറയുന്നത് വെള്ളത്തിലോട് ചാടി എന്ന് അവിടെ കിടന്ന് ആങ്കർ ചേട്ടൻ പറയുന്നത്. അല്ല, വെള്ളത്തിൽ ചാടട്ടെ, ചാടാം, ഓക്കെ. അപ്പൊ നിങ്ങൾ ചാടിക്കുന്ന ഞാൻ നീന്തിക്കോളാം ചേട്ടന്റെ ഓഫർ. നിങ്ങൾ വെള്ളത്തിൽ വീണ നിങ്ങളെ ജീവൻ രക്ഷിക്കാനുള്ള മത്സ്യത്തൊഴിലാളിയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് ഇടവേള എന്ന് സന്നിധി പറയുന്നുണ്ട്. അപ്പോ ഇടവേള. ഇനി ശബരിമല വിശേഷങ്ങളിലേക്കാണ്. ശരണം സന്നിധാനം. അപ്പൊ ശബരിമലയിൽ വലിയ ഭക്തജനത്തിരക്കാണ്. മണ്ഡല വിളക്ക് തീർത്ഥാടനം 2ാം ദിവസമായി ഇന്നും ശബരിമലയിൽ വലിയ ഭക്തജനത്തിരക്കുണ്ട്. പരമ്പരാഗത പാതകൾ സജീവമായതോടെ ഒരു ദിവസം 80,000-ഓളം ഓടുവാണോ ഓടല്ലേ ഒരു ദിവസം 80,000-ഓളം തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നുണ്ട്. മണിപ്പൂരിൽ 3000 തീർത്ഥാടകരാണ് ശബരിമല ദർശനം നടത്തുന്നത്. MG പ്രതീഷാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് ക്രിസ്റ്റീന. ദിവസവും 80,000-ഓളം ഭക്തർ അവിടെ എത്തുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്നവിടെ മഴ പെയ്യുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ സന്നിധാനത്ത് നിന്ന് എന്താണ് പറയാനുള്ളത്? ഹാഷ്മി, ക്രിസ്റ്റീന, വൃശ്ചിക മാസത്തിന്റെ 2ാം ദിവസമാണ് ഇന്ന്. രാവിലെ പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ തന്നെ വലിയ തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇലയും 80,000-ഓളം തീർത്ഥാടകർ ശബരിമലയിൽ എത്തി എന്നതാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഇന്നും കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായ തിരക്കുകളായിരിക്കും ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. കാരണം വെർച്വൽ ക്യൂ വഴി മാത്രം 70,000 തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വഴി ബുക്ക് ചെയ്തെത്തുന്ന തീർത്ഥാടകരും ശബരിമലയിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിദിനം 80,000-ഓളം തീർത്ഥാടകരെയാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പരമ്പരാഗത കാനനപാതകൾ സജീവമായിട്ടുണ്ട്. എരുമേലി വഴിയും പുല്ലുമേട് വഴിയും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. ഓരോ ദിവസവും 200-ഓളം തീർത്ഥാടകരാണ് ഈ പരമ്പരാഗത കാനനപാതകൾ വഴി ദർശനത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ ഇടങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും
പോലീസിന്റെയും പ്രത്യേക നിരീക്ഷണങ്ങൾ, മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഭക്തർക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ശബരിമലയിലില്ല. വളരെ സുഗമമായ രീതിയിൽ തന്നെ അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം 18-ാം പടിയിൽ കൃത്യമായി പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഒരു മിനിറ്റിൽ 65 മുതൽ 75 അയ്യപ്പ ഭക്തരെയാണ് 18-ാം പടി കയറ്റിവിടുന്നത്. ആ കണക്ക് നോക്കുമ്പോൾ ഒരു മണിക്കൂറിൽ 3000-ഓളം തീർത്ഥാടകർ ഈ 18-ാം പടി കയറും. അതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്ക് നടപ്പന്തലുകളിലും മരക്കൂട്ടത്തും പമ്പയിൽ ഉണ്ടാകുന്നില്ല. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകർ വളരെ പെട്ടെന്ന് തന്നെ മുകളിലെത്തി 18-ാം പടി ചവിട്ടി മടങ്ങാൻ കഴിയും. മാത്രമല്ല ഭക്തർക്ക് നെയ്യഭിഷേകത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ തിരക്കുണ്ടായാലും അതിനെ നിയന്ത്രിക്കാൻ പോലീസ് പൂർണ്ണ സജ്ജമാണ് എന്നതാണ് പ്രധാനമായും ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെയും മറ്റ് സർക്കാർ വകുപ്പുകളുടെയും ജീവനക്കാർ അടക്കം ശബരിമലയിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പരാതികളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇക്കുറി മണ്ഡലകാലം ആരംഭിച്ചിരിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. സന്നിധാനത്ത് നിന്ന് കഴിഞ്ഞ തവണ ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അത്ര തിരക്ക് വന്നാലും അതിനെ മാനേജ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് സർക്കാർ ദേവസ്വം ബോർഡൊക്കെ പറയുന്നത്. ഒരു പൂച്ചയുണ്ട്. ഈ പൂച്ചയെ പേടിപ്പിച്ചുകൊണ്ട് ഒരു നായയുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പേടിച്ച് ഇവിടെ കയറിയിരിക്കുകയാണ്. ഈ പൂച്ചയ്ക്ക് ഒരു സമാധാനം കൊടുക്കുന്നില്ല കൃഷ്ണ ചേച്ചി. അപ്പുറത്ത് നോക്കുമ്പോൾ നായ, ഇപ്പുറത്ത് കൃഷ്ണ ചേച്ചി. അപ്പൊ അങ്ങനെ ആ പൂച്ച പെട്ടിരിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരുപാട് ചീനവലുള്ള സ്ഥലമാണ്. മറ്റേ ചീനവല നമ്മൾ പോയി കണ്ടു. ഇവിടെയാണ് ഒന്നുകൂടെ ഒരു ഇവന്റ്ഫുൾ ചീനവല ആണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കല്ലൊക്കെ കെട്ടി. നമസ്കാരം ഏട്ടാ. ഹായ്, നമസ്കാരം. അപ്പൊ രാവിലെ ഇറങ്ങി ആണല്ലേ? ഇതിപ്പം വല താത്തിട്ടേക്കോ? നോക്കിക്കോട്ടോ. അപ്പൊ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകർ, പൊക്കാണ് കേട്ടോ. ഇതാണ് പരിപാടി. ഇതാണ് ഇതിന്റെ കലാപരിപാടി. ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് കയറിങ്ങിട്ട് പൊക്കാണ്. അവിടെ വലിയ കല്ലൊക്കെ അതിനകത്തുണ്ട്. വലിയ കല്ലൊക്കെ ഇട്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ അത് അവിടെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരികയാണ്, നമുക്ക് കാണാം. അപ്പോൾ അതിനകത്ത് മീനുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ ഇടുന്നതാണ് അതിനകത്ത്. അപ്പോൾ ഇതാണ് ഇതിന്റെ രാവിലെ ചീനവലയുടെ ടെക്നിക്ക് പരിപാടിയാണ് ഈ സാധനം. അപ്പം അങ്ങനെ അത് പൊങ്ങി വരുമ്പോൾ സാഹസികമായാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളെക്കാൾ സാഹസികരാണ് നമ്മളുടെ ക്യാമറയും അത് പൊങ്ങി വരുമ്പോഴേക്കും കൊക്കുകളൊക്കെ അതിനകത്ത് വന്നിരുന്ന് ക്യാമറ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ധൈര്യമായിട്ട് കളിക്കും, ഒരു പ്രശ്നമല്ല. അപ്പോൾ അത് പൊങ്ങി വരുമ്പോഴത്തേക്ക് കൊക്കുകളൊക്കെ വന്ന് മീനുകൾക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് രാവിലെ ഇവിടുത്തെ ചീനവല ടെക്നിക്ക്. അപ്പോൾ ചീനവല ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മത്സ്യബന്ധന മാർഗമാണ്. ആ ചീനവലകൾ പൊങ്ങാണ്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. മീൻ കിട്ടുന്നുള്ള പ്രതീക്ഷ. ഓക്കെ, ചീനവലയിൽ എന്തുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്, ആകാംക്ഷയിലാണ്. ഓക്കെ ചേട്ടാ, രാവിലെ ഇട്ടാണ് കേട്ടോ മീൻ രാവിലെ വല ഇട്ടതാണോ? അല്ല, നോക്ക് ഈ പച്ചയ്ക്ക് പച്ച നല്ല ബാബാ വിഷു അയ്യ നല്ല പൊടപട മീൻ കണ്ടോടാ. നല്ല ഇത് പറ്റയല്ലേ? ആ, അപ്പൊ നല്ല 2 പറ്റ രാവിലെ കിട്ടിയിട്ടുണ്ട്. സനൂപിന് ഒരു 1.5 ബ്രേക്ക് നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നത്. സനൂപിന് ബ്രേക്ക് വേണമെങ്കിൽ സനൂപ് ബ്രേക്ക് ഉണ്ടാക്കരുത് സനൂപേ. ഓക്കെ, അപ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബ്രേക്കിലേക്ക് പോകണോ? ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ചെറിയൊരു ഇടവേള, ഷോർട്ട് ബ്രേക്ക്. കോഴിക്കോട് വടകര കുരുക്കിലാട് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം വിപുലമായി കൊണ്ടാടി നടൻ ജോജു ജോർജാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാൽ അധ്യക്ഷതയിലായിരുന്ന പരിപാടി. ഫ്ലവേഴ്സിലെ കലാകാരന്മാർ ഒരുക്കിയ സിംഫണി മെഗാ ഇവന്റിൽ അവിസ്മരണീയമായി. വടകര കുരുക്കിലാട് സ്കൂൾ നാടിന് വെളിച്ചമായിട്ട് 100 വർഷം പിന്നിടുകയാണ്. ഈ സന്തോഷം പ്രായഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുകയാണ്. സ്കൂൾ മാനേജറും ഫ്ലവേഴ്സ് ചെയർമാനുമായ ഗോകുലം ഗോപാലന്റെ അധ്യക്ഷതയിലായിരുന്നു ആഘോഷരാവ്. സ്കൂള് വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിൽ നല്ലത് തന്നെയായിരുന്നു. പക്ഷെ അതേസമയത്ത് ശോചനീയ അവസ്ഥയിലുള്ള ഒരു ഭൗതികമായ അവസ്ഥയായിരുന്നു ഇവിടെ, ഇൻഫ്രാസ്ട്രക്ചർ ബേസ്. അപ്പോൾ അത് മാറ്റി നല്ലൊരു സ്കൂളാക്കി മാറ്റാൻ അതെനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികളാണ് ഇവിടെ വളരേണ്ടത്. അവർക്ക് നല്ല വിദ്യാഭ്യാസം, ആത്മീയമായ വിദ്യാഭ്യാസം, സാംസ്കാരിക സമ്പത്തുള്ള വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏത് ഉന്നത രീതിയിലെത്താൻ സാധിക്കും. പാട്ടുപാടി കാണികളെ കയ്യിലെടുത്ത് നടൻ ജോജു ജോർജ്
പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാണന്റെ പാട്ടിനൊത്ത് താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചൂട് വച്ചിടും. പാടത്തിൻ്റെ ഓരത്തവളെന്നും ഇരിക്കും തെച്ചി, പൂവ് പറിക്കാനായി മെല്ലെ നടക്കും. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. തുടർന്ന് ഫ്ലവേഴ്സ് കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ സിംഫണി മെഗാ ഇവന്റ് അരങ്ങേറി. കോഴിക്കോട്. ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ബാക്ക്. നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണ്. നമ്മൾ നേരത്തെ ചീനവല കണ്ടു. ഇതാ ഇവിടെ പിടിച്ച മീനൊക്കെ നല്ല ഗംഭീരമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ചേട്ടാ ലോബ്സ്റ്റർ അല്ലേ കേട്ടോ? ഇത് ലോബ്സ്റ്റർ കൊഞ്ച് അല്ലേ? ലോബ്സ്റ്റർ കൊഞ്ചില്ല, ലോബ്സ്റ്റർ അത് കൊഞ്ച് അല്ലേ? ഇതാണ്ട് ആ മീൻ എന്ത് സാധനം? നല്ല ഗംഭീര മീനാട്ടോ, ചെമ്പല്ലി. ആ മീൻ പൊക്കിട്ടോ, നല്ല സൈസുള്ള മീൻ അല്ലേ? വാവ് വാവ്, നല്ല പച്ചക്കറി മീൻ. ലോബ്സ്റ്ററിനോട് കൊഞ്ചാൻ പറയണ്ട, പാക്കേജിലേക്ക് പോകാൻ പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ച ആതുര സേവന രംഗത്ത് സജീവ സാന്നിധ്യമായ മലപ്പുറം കീഴ്ശ്ശേരിയിലെ അൽ അബീർ ഹോസ്പിറ്റൽ 20 രോഗികൾക്ക് ശസ്ത്രക്രിയകൾ സൗജന്യമായും 200ഓളം ശസ്ത്രക്രിയകൾ കുറഞ്ഞ ചെലവിലും ചെയ്തു നൽകും. ആശുപത്രിയുടെ 20ാം വാർഷികത്തിന്റെ ഭാഗമായാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കിഴിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന അൽ അബീർ ആശുപത്രി 20ാം വാർഷികം ജനങ്ങളോടൊപ്പം ആഘോഷിക്കുകയാണ്. 20 വർഷം 20 പദ്ധതികൾ എന്ന പേരിലാണ് വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചത്. അന്തരിച്ച ഡോക്ടർ അബ്ദുറഹ്മാൻ അമ്പാടിയുടെ നാമധേയത്തിലാണ് പദ്ധതികൾ. മലപ്പുറം കൊണ്ടോട്ടിയിൽ നടന്ന ചടങ്ങിന്റെ ഔപചാരികോദ്ഘാടനം ബാലത്തിൽ ബാപ്പു നിർവഹിച്ചു. അൽ അബീർ ഗ്രൂപ്പ് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ഇതെല്ലാം ഈ നമ്മുടെ നാട്ടുകാരുടെയും ഈ കമ്പനിക്ക് വേണ്ടി, അബീറിന് വേണ്ടി ജോലി ചെയ്യുന്ന നല്ലവരായ ഞാൻ പറഞ്ഞ എൻ്റെ കുടുംബ മെമ്പർമാർ, അവരുടെയും വിലമതിക്കാനാവാത്ത സേവനത്തിൻ്റെ ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയുന്നത്. പദ്ധതികളുടെ പ്രഖ്യാപനം ഡോക്ടർ അഖിൽ റഹ്മാൻ നിർവഹിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മരണപ്പെട്ട അബ്ദുറഹ്മാൻ അമ്പാടി എന്ന ഞങ്ങളുടെ ആദ്യത്തെ മെഡിക്കൽ ഡയറക്ടർ സാറിൻ്റെ നാമത്തിൽ ഹീൽ എന്നൊരു പദ്ധതി രൂപീകരിച്ച് ഒരു 20 പേഷ്യൻസിന് സർജറി പൂർണ്ണ സൗജന്യമായിട്ട് നൽകി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറുമായിട്ട് സഹകരിച്ചും കീഴ്ശ്ശേരിയിലെ മറ്റ് സംഘടനകളായിട്ട് സഹകരിച്ചും ഒരുപാട് പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു പരിപാടി നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ആശുപത്രിയുടെ നവീകരിച്ച എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ വെർച്വൽ ഉദ്ഘാടനം ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ നിർവഹിച്ചു. വിവിധ പദ്ധതികൾ മുഫീദ ആലുങ്കൽ അവതരിപ്പിച്ചു. ഡോക്ടർ മാജിദ ആലുങ്കൽ സ്വാഗതവും ഇർഷാദ് മെക്കാടൻ നന്ദിയും പറഞ്ഞു. 24 മലപ്പുറം. പത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു മണിപ്പൂർ വലിയ വാർത്തയെ വരുന്നുണ്ട്. മാതൃഭൂമി പത്രത്തിന്റെ 1ാം തലക്കെട്ട്, മണിപ്പൂരിന് വീണ്ടും തീപിടിച്ചു, കാണാതായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി, മന്ത്രിഭവനങ്ങൾ ആക്രമിച്ചു, ഇംഫാൽ താഴ്വരയിൽ നിരോധനാജ്ഞ, സേനകൾക്ക് കർശന നിർദ്ദേശം. അവിടെ ആകെ കത്തുന്ന ഒരു AFPയുടെ ചിത്രമടക്കം മാതൃഭൂമി ഫ്രണ്ട് പേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് മനോരമയുടെയും മനോരമയ്ക്ക് 2 ഫ്രണ്ട് പേജാണ്. ഒന്ന് നമ്മുടെ ആ ഝാൻസിയിലെ കുഞ്ഞുങ്ങൾ വെന്ത് മരിച്ച വാർത്തയാണ്. 2ാമത്തെ പേജില് മണിപ്പൂർ വീണ്ടും കത്തുന്നു എന്ന വാർത്തയാണ്. പക്ഷെ അവിടെ നമുക്ക് ഏജ് ജസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ CR7 വാർത്ത. പോർച്ചുഗലുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ 40 വയസ്സിലേക്ക് അടുക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ 40 വയസ്സുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അദ്ദേഹം അളിയൻ കിടുവാണ്, ഗംഭീരമാണ്, സൂപ്പറാണെന്നൊക്കെയാണ് പറയുന്നത്. അതിനിടയിൽ ടൈസൺ തോറ്റൊരു കാര്യം കൂടെ, 2 ചിത്രം എന്താണ്, ഒരു കുതിപ്പ് ഒരു കിതപ്പ് എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. അല്ല, ഇദ്ദേഹത്തിന് ഹാപ്പി ബർത്ത്ഡേ അല്ലേ? അതല്ലേ ഒരു ഹാപ്പി ബർത്ത്ഡേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യം ചോദിച്ചേ. 40 വയസ്സാകാണെന്നാണോ പറഞ്ഞത്? 40 വയസ്സിലേക്ക് അടുക്കുന്നു എന്നാണ് പറയുന്നത്. 39 എന്നാണ്. പിന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയ കാര്യം 1ാം പേജിൽ തന്നെ, 1ാം പേജ് ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വൃശ്ചിക പുലരിയിൽ ദർശന സുഹൃതം എന്ന് പറഞ്ഞിട്ട് 1ാം പേജിൽ മനോരമ ശബരിമലയിലെ വാർത്തകൾ. ആദ്യ 25 മണിക്കൂറിൽ 83,429 തീർത്ഥാടകർ. ഹാഷ്മി, കുഞ്ഞിലെയൊക്കെ നമ്മൾ പത്രം വായിക്കുമ്പോൾ ആദ്യം എടുക്കുന്നത് ഈ സൺഡേ സപ്ലിമെന്റ്, ഞായറാഴ്ച പത്രം എടുക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ സൺഡേ സപ്ലിമെന്റിൽ പറയുന്നത് അമ്മ ഒരു പേരല്ല, ഭിന്നശേഷിക്കാരിയായ മകളെ പീഡിപ്പിച്ചയാളെ ശിക്ഷിക്കാൻ ഒരു അമ്മയുടെ 16 വർഷത്തെ പോരാട്ടം. മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ മാരി സെൽവരാജുമായി നമ്മുടെ അരുൺ പി ഗോപി നടത്തിയ അഭിമുഖമുണ്ട്. അരുൺ പി ഗോപിന്റെ പഴയ സഹപ്രവർത്തനാണ്, പഴയല്ലേ, ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് സഹപ്രവർത്തനമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ അവിടെ മനോരമയ്ക്ക് അകത്തെ വാർത്ത കേന്ദ്രം കിട്ടാനുള്ള പൈസ ഒക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ ഉള്ള ദിവസമാണ്.